ഹലോ കൂട്ടുകാരെ, ക്രിയേറ്റീവ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ധാരാണിരിക്കുന്നതെന്ന് നോക്കൂ, നമ്മുടെ സ്വന്തം ഗണപതി സ്വാമി. ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കാണിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. ഇത് വരുന്നത് നമ്മുടെ മധുരയിലാണ്. മധുരയിലെ ഒരു മലയാളി ഹോട്ടലിനും തന്നെ നമുക്ക് ഇതിനെ പറയാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, തമിഴ്നാട്ടിൽ ഇതുപോലത്തെ നല്ല വെജിറ്റേറിയൻ ഹോട്ടൽസ് ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ മലയാളി ടേസ്റ്റുള്ള ഹോട്ടലുകൾ വളരെ അപൂർവമായിരിക്കും അല്ലേ. പക്ഷേ ഇത് വന്ന് നമ്മുടെ സ്വന്തം അന്നപൂർണ്ണയാണ് കേട്ടോ. അന്നപൂർണ്ണയുടെ ഹോട്ടലാണേ. അങ്ങനെ ഞങ്ങളിവിടെ വന്നു, ഒരു ഊണ് കഴിക്കാനായിട്ട് കയറി. പക്ഷേ കറികളുടെ ഒരു ടേസ്റ്റ് ഒന്നും പറയാനില്ല, നന്നായിരുന്നു. എത്ര കൂട്ടം കറികളാണെന്ന് നിങ്ങൾ നോക്കിക്കേ. ശരിക്കും 2-3-4 കൂട്ടം നമ്മളുടെ നല്ല തോരനുകളും സാമ്പാർ, രസം, പരിപ്പ് എന്ന് വേണ്ട എല്ലാ കറികളും നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ അറിയോ, കണ്ടോ ഈ ഗ്രീനിഷ് ആയിട്ടുള്ള നമ്മുടെ ലീഫിനകത്തേക്ക് ഇടുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി. ശരിക്കും നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പം വാഴയിലയിൽ ഊണ് തരുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണല്ലേ. എന്നാൽ ഇവിടെ വന്നപ്പം ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ടൈമായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് 11:30 ഇവിടെ ഊണ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മധുര മീനാക്ഷി ടെമ്പിളിനൊക്കെ നിയർ ബൈ നമ്മുടെ നെക്സയുടെ ഷോറൂമുണ്ട്. അതിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മളുടെ ഈ ഹോട്ടൽ ഇരിക്കുന്നത്. ഇതിനകത്ത് ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കസ്റ്റമർ സർവീസ് അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഒരു നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു ഇവരുടെ. നമ്മൾ ആരെങ്കിലും മധുരയിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നപൂർണ്ണ ഹോട്ടൽ നിങ്ങൾ നാവിഗേഷൻ സെറ്റ് ചെയ്ത് അവിടെ പോയി ഊണ് കഴിച്ച് നോക്കേണ്ടത് തന്നെയാണ്. ഞാനിത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ്. നല്ലൊരു നമുക്ക് അഫോർഡബിൾ പ്രൈസ്. എനിക്ക് തോന്നുന്നു ഒരു ഊണിന് വന്ന് 110 ആയിട്ടാണ് അവർ വാങ്ങിയിട്ടുള്ളൂ. പായസം, പപ്പടം നോക്കി, നമ്മുടെ സ്വന്തം പരിപ്പട ഇരിക്കുന്നത്, ചെറിയ സൈസിലുള്ളൊരു പരിപ്പട. പക്ഷേ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ പരിപ്പടയൊക്കെ വെച്ച് നമ്മൾ ചോറിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കണമെന്നുണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കഴിച്ചത്. പക്ഷെ പായസം ശരിക്കും എനിക്ക് പായസം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് വീണ്ടും കൊണ്ടുപോയി തന്നു. അങ്ങനെ കുറച്ച് ജ്യൂസും പായസവും എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങനെ അങ്ങ് അടിച്ചു. ഈ പോകുന്നതെല്ലാം ഈ യെല്ലോ ടീഷർട്ട് ഇട്ടിട്ട് അവരുടെ സ്റ്റാഫുകളാണേ. നമ്മൾ വ്ളോഗറാണ്, നമ്മൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം വന്നു. അവർ ഓടി നമ്മളുടെ അടുത്ത് വരികയും നമ്മളെ പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഫെഡറൽ ബാങ്കിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് വണ്ടി ഇടാനുള്ള സ്പേസ് ഉണ്ട്. ശ്രീ അന്നപൂർണ്ണ പ്യൂർ വെജിറ്റേറിയൻ.